സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിജോസാർ ഗെയിമിംഗ്. സോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വേറൊരു സെർവറിലാണ്. സെർവർ വേറെ ഒന്നല്ല, നമ്മുടെ ക്രൂസോന്ന് അറിയാലോ അല്ലേ? ക്രൂസോ നടത്തുന്ന ഒരു മൈൻ ബസ്റ്റേഴ്സ് ലെജൻസി എന്ന് പറയുന്ന ഒരു സെർവറാണ്. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ ആർമറൊക്കെ ഒന്നിട്ടാണ് നിങ്ങളുടെ ഓക്കെ. ഞാൻ ഇന്നിപ്പോൾ വന്നത് വേറെ ഒന്നിനല്ല, ഞാൻ അവിടെ കുറേ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇതിൻ്റെ ഞാൻ ഉണ്ടാക്കാൻ വെച്ച വീടാട്ടോ. ഇവിടെ ഉണ്ടോ? ആകെ 2 റൂമുള്ളൂ. ഓക്കെ, ഞാൻ അവിടെയൊക്കെ ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ട് നീന്തി എത്തട്ടെ. കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ ഒന്നും തോന്നരുത്, ഞാൻ അടുത്ത വീഡിയോ മുതൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതൊക്കെ ഞാൻ കറക്റ്റ് ഞാൻ വീഡിയോയിലിടാം. ഇനി മുതൽ ഞാൻ വീഡിയോ ഡെയിലി ഇടാനും ശ്രമിക്കാം. അപ്പം ഇതാണ് നമ്മുടെ മെയിൻ ബേസ് പറഞ്ഞാൽ ഈ ഐലൻഡ് മൊത്തം നമ്മുടെ മെയിൻ ബേസാണ്. ആദ്യം ഒന്ന് രാവിലെ ആക്കിയിട്ട് രാവിലെ മൊത്തം കാണിച്ചു തരാം. ഓക്കെ, ഇതാണ്. ഈ കുതിര എങ്ങനെ പുറത്തെത്തി? ലീഷ് ഇട്ടച്ചാണല്ലോ. ആദ്യം ഇതിനൊന്നിട്ട് ഞാൻ ലീഷ് ഉണ്ടോ നോക്കും. ലീഷും ഇല്ലേ, നോക്കണം. ഓക്കെ, ലീഷില്ല. എന്താ ചെയ്യുക? ഓക്കെ, ഇതൊന്നുമില്ലേ. ഇതാണ് നമ്മളെ സ്റ്റോറേജ് ഇട്ടോ ഗൈസ്. അതിന് എൻ്റെ കുറേ പട്ടികളുണ്ട്. പിന്നെ നമ്മളെ ഫാം ലാൻഡാണിത്. അപ്പം ഇവിടെ പൊട്ടറ്റോയും പിന്നെ മെലണും പിന്നെ ഇപ്പം ക്യാരറ്റും ആണുള്ളത്. ഇവിടെ നമ്മളെ ലാവ ജനറേറ്റർ ഡ്രിപ്പ് സ്റ്റോൺ വെച്ചിട്ടുള്ള 2 ഉണ്ട്. പക്ഷേ ഡ്രിപ്പ് സ്റ്റോണൊന്നുമില്ല, അപ്പോൾ അത് പോയി. പിന്നെ ഇപ്പം ഇത് നമ്മളൊരു ചെറിയൊരു സ്മെൽട്ടർ. പിന്നെ വലുതൊന്നുണ്ട്, കാണിച്ചു തരാം. ഒക്കെ കാണാൻ കിടക്കണേ ഉള്ളൂ. പിന്നെ സ്റ്റോറേജിൽ എന്തൊക്കെ കാണിച്ചു തരണ്ടേ? ഫസ്റ്റ് ഇവിടെ സ്റ്റോൺ ഐറ്റംസ് അതിൽ കാണിച്ചു തരാം. ഈ ഐറ്റംസൊക്കെ തന്നെയാണ് ഇതിലെടുത്ത് വെച്ചിട്ട്. ഓക്കെ, ഇതിൽ നാച്ചുറൽ ഐറ്റംസ് നമുക്ക് ബാക്കിയൊക്കെ കിട്ടുന്ന ഐറ്റംസ് അങ്ങനെ പറഞ്ഞൊന്നും എനിക്കറിയില്ല. പിന്നെ ഇതിലിപ്പോൾ എന്ത് ചെയ്യും? ഇതിൽ ഇങ്ങനത്തെ ലീഷ് ഉണ്ട്. പിന്നൊക്കെ പിന്നെ അയണിൽ ഇപ്പം 16 ഡയമണ്ട് ഉണ്ട് ഗൈസ്. ഞാൻ റിച്ചാണ് ഗൈസ്. ഞാനല്ല, നമ്മൾ ടീമിൽ കുറച്ച് ആൾക്കാരുണ്ട്, ഓലൊക്കെ കൂടി ശേഖരിച്ചാണ്. ഞാൻ ഡയമണ്ട് മൈനിങ്ങിനൊന്നും പോയില്ല. പിന്നെ വുഡ് ഐറ്റംസ് ഇവിടെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ കേട്ടോ. വുഡൊക്കെ ഞാൻ എടുത്ത് സ്റ്റിക്കൊക്കെ എടുത്ത് ഞാൻ ട്രേഡും ചെയ്ത്. പിന്നെ നമ്മളവിടെ ചെറീൻ്റെ ട്രീ ഉണ്ട്. പിന്നെ ടൂൾസ് ഐറ്റംസ് പിന്നെ ഉണ്ടാവും. മ്യൂസിക് ഡിസ്ക് 2 ഉണ്ട്. പിന്നെ ഇൻ്റർപ്പുകൾ ഇതിലിങ്ങനെ വന്ന് ഇതെടുത്ത് ഇതിൽ വെച്ചിട്ട് അടുത്തത് കാണിച്ചു തരാം. ഇനി അടുത്തത് പറഞ്ഞാൽ ഇത് എൻ്റെ പണിയല്ല, ഇത് ടീംമേറ്റ്സിൻ്റെ പണിയാണ്. പക്ഷെ ഇതിൽ കുറേ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഡെക്കറേറ്റിങ്ങിന് ഉപയോഗിക്കാം. പിന്നെ ഇവിടെ ബുക്ക് ആൻഡ് ഐറ്റംസ്, ഈ എൻചാൻറ്റിങ് ഐറ്റംസ് ഒക്കെ. പിന്നെ ഇവിടെ സാൻഡ് ഐറ്റംസ്, ഡേർട്ട്, അങ്ങനത്തെ ഒക്കെ ഇതൊക്കെയാണ്. പിന്നെ ഇനിയിപ്പോൾ അടുത്തെന്താ എടുത്ത് വെച്ചാട്ടെ. ഓക്കെ, പിന്നെ ഇപ്പം ഓക്കെ, ഈ പാത്ത് കാണിച്ചാൽ ഈ പാത്ത് നേരെ പോയി ഇവിടെ മുട്ടു ഈ ഫാം ലാൻഡിലേക്ക്. പിന്നെ ഇതിപ്പോൾ നേരെ പോയി ഞാൻ കാണിച്ചാലേ. സർപ്രൈസ് ഒന്നുമല്ല. ഇവിടെ ഒരു നെതർ പോർട്ടലുണ്ട്. ഇത് ലിങ്ക്ഡാണ്. എല്ലാവരും നമ്മളെ സ്പോണിലേക്കൊക്കെ പോകാൻ വേണ്ടി ആവശ്യത്തിന് വേണ്ടിയിട്ടൊരു പോർട്ടൽ. പിന്നെ അവിടെ സ്പ്രൂസിൻ്റെ ട്രീൻ്റെ ഒരു ഫാം പോലെ ഒരു സെറ്റപ്പാണ്. മാനുവലാണ്, ഓട്ടോമാറ്റിക് അല്ല. പിന്നെ അടുത്തത് നമ്മളെ വില്ലേജർ ബ്രീഡർ. ഒരു ബ്രീഡറും ഉണ്ട് ഞങ്ങൾക്ക്. ഞാൻ ആദ്യം ഇവിടെ അല്ലേന് കളിച്ചത്. ഞാൻ ആദ്യം കളിച്ചത് വേറൊരു സ്ഥലത്തായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞാൻ എനിക്ക് ഒറ്റ കളിച്ച് മടുത്തപ്പോൾ ഞാൻ ഇവിടേക്ക് വന്നതാണ്. ഇവിടെ 2 വില്ലേജേഴ്സും ഉണ്ട്. അതൊക്കെ ഞാൻ അവിടുന്ന് കൊണ്ടുവന്നതാണ്. അവിടുന്ന് കുറച്ചേ ഉള്ളൂ, ഒരു 1000-2000 ബ്ലോക്കറ്റേ ഉള്ളൂ. അവിടുന്ന് ഞാൻ തുഴഞ്ഞ് കൊണ്ടുവന്നു 2 എണ്ണത്തിന്, ഞാനും എൻ്റെ ടീമേറ്റും കൂടി.
പിന്നെ ഇവിടെയാണ് ബ്രീഡായി വരുന്നത്. ഈ ബ്രീഡറൊക്കെ പിന്നെ അറിയാമല്ലോ അല്ലേ എല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ. അതൊക്കെ തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു എന്താ പറയുക സ്റ്റിക്ക് ട്രേഡ് ചെയ്യാനുള്ളതും പിന്നെ ഒരു ബുക്ക് ഷെൽഫിൻ്റെയും പിന്നെ അതാ ബെഡൊക്കെ വെച്ചിട്ടുണ്ടോ, അത് അതിനുള്ളതാണ്. അത് മറ്റേ ബ്രീഡറിന് ബ്രീഡർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബെഡ് അവിടെ വെച്ചത്. പിന്നെ ഇവിടെ കയറാൻ വേണ്ടി ചുറ്റിനും ഞാൻ ഇത് വെച്ചാണ്, എന്താ ഇനി പറയുക, എന്തിനീ ഈ സാധനത്തിൻ്റെ പേര്, ലാഡർ. അതന്നെ ലാഡർ വെച്ച്. ഇതാരെങ്ങനെ ബ്ലോക്കൊക്കെ വെച്ച് ഒക്കെ പൊട്ടിച്ചാട്ടെ. പിന്നെ ഗൈസ് ഈ സെർവറിൽ കയറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റൂല ഗൈസ്. കയറണം എന്നുണ്ടെങ്കിൽ എന്തോ ഒരു റൂളുണ്ട്, അത് ക്രൂസോ എന്തെങ്കിലും റെഡിയാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം വൈറ്റ് ലിസ്റ്റ് ആർക്കും കൊടുക്കുന്നതല്ല, അത് പ്രൈവറ്റ് സെർവറാണ്. പിന്നെ മെയിൻ സെർവറല്ല ഇത്, മെയിൻ സെർവറായിട്ട് വേറെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിരിക്കണ്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് മൈനിങ് ഏരിയയിലുള്ള സെക്ഷൻസൊക്കെ ഒന്ന് കാണാം. അവിടെ നോക്കണ്ട, അപ്പോൾ കാണിച്ചു തരാം, വെയിറ്റ് ചെയ്യും. നേരെ അടിയിൽ പോയിട്ട് കാണിച്ചു തരാം. നമ്മൾ സ്റ്റെപ്പൊക്കെ വെച്ച് ഞങ്ങൾ സെറ്റപ്പ് ആക്കിയാണ്. പക്ഷെ മുകളിലത്തെ ഒരു ബ്ലോക്കും കൂടി ഹൈറ്റ് കൂട്ടിയാലേ ഒന്ന് വർക്ക് സെറ്റ് ആവുള്ളൂ. ഇപ്പോൾ കാണിച്ചു തരാം, ഇവിടേക്ക് തന്നെ വരാം നമുക്ക്. ഇതാണ് മൈനിങ് ഏരിയ. ഞങ്ങൾ ഡയമണ്ട് മൈനിങ്ങിന് ഇവിടെയാണ് പോലെ. ഓക്കെ, ആർക്കും ഒരു ഡൗട്ടും ഇല്ലല്ലോ. ഇനി അടുത്തത് കയറാൻ പറ്റണില്ല വെച്ച്. ഓക്കെ, അവിടെ വെച്ചേക്കാം, 4 കറക്റ്റ്. മനസ്സുഖം. ഓക്കെ, ഇവിടെ എന്തായിരുന്നു, ഇവിടെ ഒരു എന്താ പറയുക, ഒരു നമ്മൾ വെറുതെ ഇങ്ങനെ കുഴിച്ചു പോയപ്പോൾ ഇങ്ങനെ കണ്ടതെന്നുള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഈ കൂടെ പോയാൽ ഒരു സെറ്റപ്പ് ഉണ്ട്, കാണിച്ചു തരാം. ഇതാണ് എന്താ പറയുക മറ്റേ സാധനം, മറ്റേത് എന്താ ഇതിൻ്റെ പേര്, സ്പൈഡർ സ്പോണർ, അതന്നെ. ഓക്കെ, ഇവിടെ ഒരു സ്പൈഡർ സ്പോണർ ഉണ്ട്. ഇത് XP ഫാം ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾക്ക് കിട്ടുമ്പോൾ മറ്റേ സ്കെൽട്ടൺ സ്പോണർ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. ഒരു സ്പൈഡർ കൊല്ലി. എൻ്റെ പിക്കാക്സിൻ്റെ ഡ്യൂറബിലിറ്റി കുറഞ്ഞിരിക്കുക. പിക്കാക്സ് ഒന്നും നോക്കണ്ട, സിൽ ടച്ച് അൺബ്രേക്കിംഗ് ഒക്കെ ഉണ്ട്, നോക്കണ്ട, അതൊക്കെ ഞങ്ങൾ ഒപ്പിച്ച്. എൻ്റെ പിക്കാക്സൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാനൊക്കെ ഇതിൽ പാവപ്പെട്ടവനാണ്. കുറച്ച് അയൺ ആർമറൊക്കെ ആയിട്ടാണ് ഞാൻ നടക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഡയമണ്ട് ആർമറൊക്കെ സെറ്റാക്കി. ഞങ്ങളുടെ ടീമേറ്റ്സ് മാത്രമേ ഉള്ളൂ ഇങ്ങനെ മൂഞ്ചി നിൽക്കുന്നത്. മുകളിലേക്ക് എത്തട്ടെ, ബാക്കി കാണിച്ചു തരാം. ഇവിടെ കാണിച്ചു തന്നില്ലല്ലേ, ഇവിടെ ഒരു കേവ് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഇവിടെ ഫുള്ള് ഞങ്ങൾ ലൂട്ട് ചെയ്തതാണ്, ഞാനും ടീമേറ്റും കൂടെ. വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച്. പിന്നെ വേറൊരു ഐലൻഡ് ഉണ്ട്, അവിടേക്ക് പോയിട്ട് കാണിച്ചു തരാം. ലാഗ് ലാഗ് എൻ്റെ പൊന്നേ. ഓക്കെ, റെഡി ആയി. ഓക്കെ പശു അമ്മ എന്താ ചാവാത്ത, സെർവർ ലാഗല്ല, എൻ്റെ നെറ്റ് ഇഷ്യൂ ആണ് ഗൈസ്. ഓക്കെ, ഞാൻ ഈ പശുവിനെ ഈ മറ്റേ ഹോഴ്സിനൊക്കെ കണ്ടാൽ അപ്പോൾ അടിച്ചു കൊല്ലും. കാരണം എന്താ വെച്ചാൽ എനിക്ക് കുറേ ലെതർ ആവശ്യമുണ്ട്. അപ്പം അവിടെ കണ്ടോ, ഇത് കാണുന്നുണ്ടോ, അതാണ് നമ്മൾ വില്ലേജേഴ്സിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പാത്ത്, റെയിൽവേ ട്രാക്ക് ആട്ടോ ഫുള്ള്. പിന്നെ അടുത്തത് കാണിച്ചു തരാം. ലാഗ് എന്തെങ്ങനെ ഗൈസ്, റെക്കോർഡ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനത്തെ ലാഗ്, അല്ലാത്തപ്പോൾ ഒരു കുഴപ്പമില്ല. റെക്കോർഡ് ചെയ്യുമ്പോൾ മാത്രമുള്ള ഒരു ലാഗാണ്. എന്തെങ്കിലും പ്രശ്നമല്ല, എന്തെങ്കിലും സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. ഇതാണ് നമ്മളെ അയൺ ഫാം. ഈ അയൺ ഫാമിന് വേണ്ടി ഞാൻ കുറേ കഷ്ടപ്പെട്ട് ഗൈസ്. അയൺ ഫാം വേണമെങ്കിൽ ഇപ്പം വേറെ 1.21 വേറെ അപ്ഡേറ്റ് വന്നതിന് ശേഷം
എങ്ങനെ വെച്ചാൽ പാത്തില്ലേ, ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ച ഫുള്ള് പാത്തില്ലേ, ആ പാത്ത് മുഴുവനും 5x5 ഇതിലിങ്ങനെ പാത്ത് ചെയ്ത് കൊടുക്കണം, എന്നാലേ അയൺ ഫാം വർക്കാവുള്ളൂ എന്നാണ് പറഞ്ഞ്. എന്താ അറിയില്ല, 1.21 അങ്ങനെയാണ്. 1.20 വരെ അങ്ങനെ ഇല്ലേ ഇനി, അങ്ങനെ ആക്കി. അപ്പോൾ അങ്ങനത്തെ ഒരു ടാസ്കും കൂടി. പിന്നെ ഇനിയിപ്പോൾ അവിടെ ഇതാണ് സ്മെൽട്ടർ, വലിയ സൂപ്പർ സ്മെൽട്ടർ. പക്ഷെ ഒരു കാര്യം പറയട്ടെ, അത് വർക്ക് ചെയ്യില്ല. പശു എന്തൊരവസ്ഥ, ചത്തി. ഓക്കെ, പശു വേടാ, അടിച്ചു. ഓക്കെ, അവനെയും തട്ടിയിട്ടുണ്ട് ഗൈസ്. ഇത് ടീമേറ്റിൻ്റെ ഒരു വീടാണ്, ഞാൻ പോലും അറിയാതെ ഉണ്ടാക്കിയൊരു വീടാണ്. രസമുണ്ട് ഗൈസ്. ഭാവിയിലെ ബിൽഡറാണ് ഗൈസ്. പിന്നെ ഇവിടെ ഒരു മൈനിങ് ഏരിയ ഉണ്ട്. മൈനിങ് ഏരിയ ഫുള്ളൊന്നും റെഡി ആയിട്ടില്ല, ഒക്കെ റെഡിയാക്കണം. പിന്നെ ഇവിടെ ട്രേഡിങ് ഹാള്, ആൻവിലൊക്കെ വെച്ചിട്ടുണ്ടേ. ഇവിടെ ഇപ്പം പ്രത്യേകിച്ച് ഇതിപ്പം എന്തേനി. ഓക്കെ, റെസ്പിറേഷൻ 3 ഉണ്ട്. ഇത് നോക്ക് ബാക്ക് ചെയ്യുന്ന നോക്ക് ബാക്ക് 2. പിന്നെ ഇൻവെൻട്രി അൺബ്രേക്കിംഗ് 2 ആണ് ഗൈസ്, 3 ഇല്ല. അടുത്തത് സിൽ ടച്ച്. ഇനി അടുത്തത് മെൻഡിങ് തന്നെ. അടുത്തത് പ്രൊട്ടക്ഷൻ 4. ഇനി അടുത്തത് ഇപ്പം എന്താ കാണിച്ച ഒരാളുടെ, ഇനി വേറെ ഒന്നുമില്ലല്ലോ. അപ്പം ഇന്നത്തെ ഇത്ര തന്നെ ഉള്ളൂ. പശു 2 പശു. അടിച്ചു ചത്ത്. ഓക്കെ, XP കൂടി വാരി. പശു ഭയങ്കര ലാഗ് ഉണ്ടല്ലേ ഗൈസ്. ലാഗ് അടുത്ത വീഡിയോയിൽ ഞാൻ റെഡിയാക്കാൻ നോക്കാം, ഉറപ്പ് പറയണില്ല. എൻ്റെ മൊബൈലിൻ്റെ പ്രശ്നമായിരിക്കും. റാം 4GB ആണ്, അപ്പോൾ അതിൻ്റെ ഒരു ഇതന്നെ ഉണ്ടാവുള്ളൂ. അടുത്ത പശു എന്തോ വന്നടാ, അത് എല്ലായിടത്തും പശു തന്നെ. ഓക്കെ, 10 ലെതറായി ഗൈസ്. അടുത്തത് ഇതെന്തടാ, ഇതിനൊരു അറ്റല്ലേ അത്, 2 ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ പൊളിക്കും. നിങ്ങളാലോചിക്കുന്നുണ്ടാവും ലെതർ വെച്ച് എന്ത് പൊളിക്കാനല്ലേ. ലെതറാണ് മെയിൻ ഗൈസ്. രാത്രിയായ എത്ര പെട്ടെന്ന് രാത്രി. ഞാൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും കാണിച്ചു തരാണ്ട് വെച്ചാൽ, ഇവിടെ ഇനി കുറച്ചും കൂടി വില്ലേജേഴ്സിനെ കൊണ്ടുപോയിടാണ്ട് ഗൈസ്. ടീംമേറ്റ്സൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് തീർക്കണം. കൊണ്ടുവരൽ കുറച്ച് ടാസ്ക്കാണ്. ചില സമയത്ത് ചങ്ക് ലോഡാവാണ്ട് അങ്ങനെ അവിടെ സ്റ്റക്കായി പോകും ഈ പോണ വഴിക്കൊക്കെ. അപ്പം 2 പേരുണ്ടെങ്കിൽ 2 സ്ഥലത്ത് നിന്നാൽ ചങ്ക് ലോഡാവും. അപ്പം പെട്ടെന്ന് കൊണ്ടുവരാൻ ഈസിയാണല്ലോ വിചാരിച്ചിട്ടാണ്. അപ്പം വേറൊന്നുമില്ലല്ലോ ഇന്നത്തെ വീഡിയോയിലേ. പിന്നെ ഗൈസ്, വേറെ ഒരു കാര്യം പറയാനുള്ളത്, ഞാനിപ്പോൾ 50 സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടി കളിക്കുകയാണ്. എന്ന് വെച്ചാൽ എല്ലാവരും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും പറയുന്ന പോലെ തന്നെയാണ്. പിന്നെ ഇപ്പം ഞാൻ വേറെ ഒരു ബേസിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അവിടെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അത് ഇവിടെ ഒന്ന് കറക്റ്റ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം നമുക്ക്. ലേഖടിച്ച് പണ്ടാടും. ചന്ദ്രൻ സൂര്യ മാറി പോലെ. ഓക്കെ, പശു അമ്പട കള്ള. എന്നിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമ്മതിക്കൂല. ഒരു സൂത്രം കാണിച്ചു തരാം. ചാടി അടിക്കുന്നുണ്ടോ കേട്ടോ. ഹോയ് കിട്ടിയില്ല, അടുത്ത പ്രാവശ്യം ആക്കാം.
ചത്ത് ചത്ത് ചത്ത്. ഇങ്ങോട്ട് പോണ് ചത്ത്. കേറടാ കേറി, എനിക്ക് വീഡിയോ അതിൻ്റെ പേണു. കേറി കേറടാ. കേറി പോട്ടെ, എന്താ നോക്കിക്കണ്. ഓക്കെ ഓക്കെ വെരി ബോയ്സ്. കൊല്ലവനെ കള്ളത്തെണ്ടി. സോറി ഗൈസ്, തെണ്ടി നിന്ന് വിളിക്കാതെ പാടില്ലായിരുന്നു. ഓ ലാഗ്. ഇതെന്തെങ്കിലും കാട്ടണം ഗൈസ്, ഒന്ന് പറഞ്ഞുതരും ഗൈസ്. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരും. ഞാൻ എൻ്റെ മൊബൈലിലുള്ള റെക്കോർഡിങ് വെച്ചാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ഇഷ്യൂ ഉണ്ട്. ക്രീപ്പർ മാമൻ, ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നേരത്താണ് ഇവലൊക്കെ കാണാണ്ടാവുക. മാമൻ പാവം മാമൻ നോക്കണുണ്ടില്ല. പോലെ പോയിന്ന് തോന്നുന്നു. പോയി. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളു ഗൈസ്. അപ്പോൾ ഈ സെർവറിൽ നിങ്ങൾക്ക് കയറണം എന്ന് എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്കോഡിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ അവിടെ കണ്ട അയൺ ഫാമില്ലേ, അതിൻ്റെ ട്യൂട്ടോറിയലും ഞാൻ ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ അടുത്ത വീഡിയോ ഇപ്പോൾ എന്തെങ്കിലും ബിൽഡിങ്ങോ അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. മറ്റേ ആദ്യത്തെ ബേസിൽ പോകണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അവിടെ വേണമെങ്കിൽ ഞങ്ങൾക്ക് പോവാം. ഞാൻ അവിടുത്തെ ക്രീപ്പറോ നോക്കട്ടെ കേട്ടോ. ഓക്കെ, മാമനെ കാണാനില്ലേ ഗൈസ്. മാമൻ പോയി ഗൈസ്.